ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമോ? ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. അഖിലിന്റെ ഏറ്റവും പുതിയ വീഡിയോയാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ കാരണവും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയ ഇഫ്താർ വിരുന്നിന് അഖിൽ മാരാർക്കും ക്ഷണം ലഭിച്ചിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോ അഖിൽ മാരാർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ താൻ ചിരിച്ചെങ്കിലും മുഖ്യമന്ത്രി തന്റെ മുഖത്ത് പോലും നോക്കിയില്ലെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അഖിൽ മാരാർ പറയുന്നു. അതേസമയം പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുമായി എത്തുന്നത്. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നൽകിയ ഇഫ്താർ വിരുന്നിൽ അതിഥിയായി പങ്കെടുത്തപ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു. എന്നാൽ ജനാധിപത്യ മര്യാദയുള്ള മുഖ്യൻ എന്റെ മുഖത്ത് പോലും നോക്കിയില്ല. ഇതോടെ ഒരു കാര്യം ഉറപ്പായി, ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കൊള്ളേണ്ടിടത്ത് കൃത്യമായി കൊണ്ടു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നുവെന്നാണ് അഖിൽ മാരാർ വീഡിയോയ്ക്ക് താഴെ കുറിച്ചിരിക്കുന്നത്. വീഡിയോയ്ക്ക് താഴെ അഖിലിന്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകുമോ എന്നാണ് പലർക്കും അറിയേണ്ടത് തന്നെ. അതിൽ ചില കമന്റുകൾ നമുക്ക് നോക്കാം. കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് അടുത്ത ഒരു MLA തയ്യാറാണെന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. അടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ, അടുത്ത MLA അല്ലെങ്കിൽ മന്ത്രി എന്നാണ് മറ്റൊരു കമന്റ്. അഖിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നും കോൺഗ്രസിലെ യുവാക്കൾക്കൊപ്പം അണിനിരക്കണമെന്നും കമന്റുകളുണ്ട്. പിണു എങ്ങനെ ചിരിക്കാനാണ്? വയനാട് ദുരന്തം വന്നപ്പോൾ ഒരു സൈഡിൽ കൂടി കൈയിട്ട് വാരാനിരുന്ന മുഖ്യന്റെ കഞ്ഞിയിൽ പാറ്റയിട്ട ആളല്ലേ അഖിൽ മാരാർ എന്നിങ്ങനെ കമന്റുകൾ നീളുകയാണ്. അതേസമയം മുഖ്യമന്ത്രിയെ വിമർശിച്ചതിൽ അഖിലിനെതിരെയും കമന്റുകൾ നിറയുന്നുണ്ട്. അതിനും തക്ക മറുപടിയാണ് അഖിൽ മാരാർ നൽകുന്നത്. എന്നെ കണ്ട് കുരു പൊട്ടിയിരിക്കുന്ന പിണറായി വിജയനെ കണ്ടപ്പോൾ കുരു പൊട്ടിയത് അന്തം കമ്പികൾക്കാണെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. മിസ്റ്റർ അന്തങ്ങൾ, ഈ പിണറായി എന്നെ മൈൻഡ് ചെയ്യാത്തതാണ് എന്റെ വിജയവും സന്തോഷവും അഭിമാനവും. ആശംസ കൊടുത്ത് പലരെയും മുടിപ്പിച്ച സ്വപ്നയെയും കുത്തക മുതലാളിമാരെയും കണ്ടാൽ അപ്പോൾ കെട്ടിപ്പിടിക്കുന്ന ഈ പിണറായി ഈ പാർട്ടിക്ക് വേണ്ടി ചാവാൻ കിടക്കുന്ന ഏതെങ്കിലും അന്തങ്ങളെ കണ്ടാൽ മൈൻഡ് ചെയ്യുമോ? എന്തിന് ആ ക്ലിഫ് ഹൗസിൽ ഏതെങ്കിലും ഒരു സഹാവിന് മുഖ്യനെ ചെന്ന് കാണാൻ പറ്റുമോ എന്നും അഖിൽ മാരാർ ചോദിക്കുന്നു. എടാ മണ്ടന്മാരെ, അയാളുടെ വിചാരം രാജാവാണെന്നാണ്. അതിനെ എതിർക്കാൻ നിനക്കൊന്നും കഴിയില്ലെങ്കിൽ കഴിയുന്നവനെ നോക്കി വിളിക്കേണ്ട പേരാണ് സഹാവ്. കമ്മികൾ പൊക്കി പറയുന്ന കാലം വന്നാൽ ആത്മഹത്യ ചെയ്തേക്കണം. അതിലും വലിയ അപമാനം ജീവിതത്തിൽ വേറെ വരാനുണ്ടോ എന്നാണ് അഖിൽ മാരാറുടെ ചോദ്യം. എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയാണ് ഈ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.